റംബൂട്ടാൻ റംബൂട്ടാൻ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട്. സാധാരണ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് റംബൂട്ടാൻ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടെന്ന ഒരു ഹെഡിങ് ഇട്ടതാണ് ഇപ്പൊ പുലിവാലായിരിക്കുന്നത്. അതില് ഒരു ചേട്ടനെ ഞാൻ കാണിക്കുന്നുണ്ട്, റംബൂട്ടാ ചേട്ടനെ നിന്ന് വാങ്ങിക്കുന്നത്. ആ ചേട്ടനെ പറ്റി ഞാൻ ആ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. ആ പുള്ളിയുടെ റംബൂട്ടാൻ കൊള്ളത്തില്ലെന്നാ, വില കൂടുതലാണെന്നാ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല റംബൂട്ടാനാണ്, ക്വാളിറ്റി ഉള്ളതാണ്, നല്ല മധുരമാണ്. മഴ സമയത്ത് ഇത്ര മധുരമുള്ള കിട്ടാത്തതാണ്, വരിക്കുകയാണ്. അപ്പം അതിൽ ഹെഡിങ് ആണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഞാൻ പറ്റിക്കപ്പെട്ടു, ശരിയാ, വർഷങ്ങളായിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. റംബൂട്ടാൻ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് റോഡിൽ നിന്ന് കാണുന്ന റംബൂട്ടാൻ മൊത്തം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരും. 300-400 രൂപ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് നോക്കുമ്പോഴാ കുരുന്ന് വിട്ട് വരുത്തുകയില്ല. മധുരവും കാണത്തില്ല, പുളിയോട് പുളിയായിരിക്കും. അതാണ് കൂഴ റംബൂട്ടാൻ എന്ന് പറയുന്നത്. ആദ്യം തിരിച്ചറിയത്തില്ലായിരുന്നു, ഈ അടുത്താണ് അറിയുന്നത്. കാരണം റംബൂട്ടാൻ അടൂര് അതുപോലുള്ള ഒരുപാട് സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവര് ഒരു 5000 രൂപ കൊടുത്താൽ 2-3 മരമൊക്കെ കിട്ടും. ആ മരത്തിൽ പിടിച്ച റംബൂട്ടാൻ വണ്ടി കണക്കിന് കൊണ്ടുവന്നിട്ട് റോഡിൽ നിന്നിട്ട് വിൽക്കുന്നുണ്ട്. വിൽക്കുമ്പോഴത്തേക്ക് ഈ സാധാരണപ്പെട്ട ആൾക്കാർ 300-400 രൂപ കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വായിലോട്ട് വെക്കാനും പറ്റത്തില്ല, പുളിയായിരിക്കും, കുരുവൊന്നും വിട്ട് വരത്തില്ല. അപ്പൊ ഈ എടുക്കുന്ന കൃഷിക്കാരല്ല, ഇത് വാങ്ങിക്കുന്നവർക്ക് കഴിച്ചു നോക്കാലോ, ഇത് ഏതാണ്, കൂഴയാണ്, വരിക്കയാണ്, ജനങ്ങൾക്ക് കൊള്ളാം. ജനങ്ങളെ പറ്റിക്കുന്നതിന് കുഴപ്പമില്ല. പാവപ്പെട്ട കർഷകനെ ബാധിച്ച ഈ റംബൂട്ടാൻ കച്ചവടക്കാരെ എത്ര പേര് കാണും ഏകദേശം? അത് ഒരു 100, 200, 500 ആയിട്ടാ. ഈ ലക്ഷോപലക്ഷം ജനങ്ങളെ പറ്റിക്കുന്ന കുഴപ്പമില്ല. അവരുടെ ഈ 300-400 രൂപയ്ക്ക് ഒരു വിലയില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. കുറെ കച്ചവടക്കാർ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പണിക്ക് കാണിക്കുന്ന? ആ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ എത്ര അടുത്താ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കുന്ന? അതുപോലെ എത്ര ജനങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്? അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക, കൂഴ റംബൂട്ടാനും വരിക്ക റംബൂട്ടാനും എന്നിട്ട് വാങ്ങിക്കുക, അല്ല തിന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോഴത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.